ഈ ഫാസിസ്റ്റുകളാണ്, ഭയങ്കര ഭീകരവാദികളാണെങ്കിൽ വേടൻ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യില്ല. നിങ്ങൾ പറയൂ, ഇത് ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ ഞങ്ങളുണ്ട്, നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കും. ഇവിടെ RSSകാർ എത്ര വലിയ ഭീകരവാദികളും വലിയ പ്രശ്നക്കാരുമാണെങ്കിൽ നിങ്ങൾ എത്ര അംഗരക്ഷകരെ വെച്ച് വേടൻ നടന്നാലും വേടൻ ഒരു സ്റ്റേജിൽ പാടും, രണ്ടാമത്തെ സ്റ്റേജിൽ വേടൻ അവിടെ പാടിക്കില്ല. ലേറ്റസ്റ്റ് ആയിട്ട് വേടൻ റിപ്പോർട്ടർ ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ RSSനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. RSS കൊണ്ട് ജനങ്ങൾക്ക് ഗുണങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് ഇപ്പം ഈ ഒരു സിന്ധു മേഡം സംസാരിക്കുന്നത്. ഈ ഒരു മേഡം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ അത്രയ്ക്ക് മോശക്കാരൊക്കെ ആണെങ്കിൽ വേടൻ ഒരിടത്ത് പാട്ട് പാടിയിട്ട് അടുത്തടുത്ത് പാട്ട് പാടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ. അപ്പോഴത്തേന് ഞങ്ങളെ കുറ്റക്കാരാക്കുന്നത് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തിനാണ് വേടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ വേടൻ ആ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ തന്നെ സുരേഷ് ഗോപിക്കെതിരെയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അടുത്ത ജന്മം ജനിക്കുവാണെങ്കിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് തൃശ്ശൂർക്കാർക്കൊരു അബദ്ധം പറ്റി എന്നുള്ള രീതിയിലൊക്കെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഭയങ്കര ചർച്ചാ വിഷയമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതേ കണക്ക് സിന്ധു മേഡം ഇപ്പം പറഞ്ഞേക്കുന്നത്, ഞങ്ങൾ ഇത്ര മോശക്കാരാണെങ്കിൽ വേടനെ അടുത്ത സ്റ്റേജിലൊന്നും പാടാൻ സമ്മതിക്കത്തില്ലായിരുന്നു, എത്ര സെക്യൂരിറ്റി ഉണ്ടെങ്കിലും അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു കാര്യം. സോ ഈ ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്.